നമസ്കാരം. ഇന്ത്യൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വിനോദയാത്രയ്ക്ക് പോയ ഭിന്നശേഷി വിദ്യാർത്ഥി സംഘത്തിന് ഭക്ഷ്യവിഷബാധ, 100ഓളം പേർ ആശുപത്രിയിൽ. വിനോദയാത്രയ്ക്ക് പോയ ഭിന്നശേഷി വിദ്യാർത്ഥി സംഘത്തിന് ഭക്ഷ്യവിഷബാധ, 100ഓളം പേർ ആശുപത്രിയിൽ. കൊച്ചി. വിനോദയാത്രയ്ക്ക് പോയ സംഘത്തിന് ഭക്ഷ്യവിഷബാധ. കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ ഭിന്നശേഷി വിദ്യാലയത്തിലെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങുന്ന സംഘത്തിനാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. മറൈൻ ഡ്രൈവിൽ ബോട്ട് സവാരി നടത്തുന്നതിനിടെ ബോട്ടിൽ നിന്ന് നൽകിയ ചോറിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് സംശയം. എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. സൈബർ തട്ടിപ്പ്, 6.5 ലക്ഷത്തിലധികം സിം കാർഡുകൾ ബ്ലോക്ക് ചെയ്ത് കേന്ദ്രം. ന്യൂഡൽഹി. സൈബർ കുറ്റകൃത്യത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ 6.69 ലക്ഷം സിം കാർഡുകൾ 1.32 ലക്ഷം EMI നമ്പറുകളും ബ്ലോക്ക് ചെയ്തുവെന്ന് കേന്ദ്രമന്ത്രി ബഡ്ഡി സഞ്ജയ് കുമാർ രാജ്യസഭയിൽ മറുപടി നൽകി. ഇതിനു പുറമെ അന്താരാഷ്ട്ര തട്ടിപ്പ് ഫോൺ വിളികളെ നിയന്ത്രിക്കാനും ബ്ലോക്ക് ചെയ്യാനും കമ്പനികൾ പ്രത്യേക സംവിധാനങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മറുപടി നൽകി. ധനുഷും ഐശ്വര്യ രജനീകാന്തും ഔദ്യോഗികമായി വേർപിരിഞ്ഞു. നടൻ ധനുഷും സംവിധായിക ഐശ്വര്യ രജനീകാന്തും ഔദ്യോഗികമായി വേർപിരിഞ്ഞു. വിവാഹമോചനം അംഗീകരിച്ച് ചെന്നൈ കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഒരുമിച്ചുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെന്ന ഇരുകൂട്ടരുടെയും വാദം കേട്ടതിന് ശേഷമാണ് കോടതി വിവാഹമോചനം അനുവദിച്ചത്. ഫെൻഗൽ ചുഴലിക്കാറ്റ്, അതീവ ജാഗ്രതയിൽ തമിഴ്നാട്. കനത്ത മഴ, വ്യാപക കൃഷിനാശം. ഫെൻഗൻ ചുഴലിക്കാറ്റിൽ തമിഴ്നാട് അതീവ ജാഗ്രതയിൽ. ന്യൂനമർദ്ദം 12 മണിക്കൂറിനിടെ ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ഈ വർഷത്തെ 3ാമത്തെ ചുഴലിക്കാറ്റാണിത്. തമിഴ്നാട്ടിൽ പലയിടത്തും ബുധനാഴ്ചയും മഴ തുടരുകയാണ്. വ്യാപക കൃഷിനാശമുണ്ട്. ചെന്നൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നും സർക്കാർ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയെ പലയിടത്തും വിന്യസിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയാണ് ചുഴലിക്കാറ്റിന് ഫെൻഗൽ എന്ന് പേരിട്ടത്. അല്ലു അർജുനെ ഗംഭീര സ്വീകരണം. ജനസമുദ്രം ഒഴുകിയെത്തി. കൈവീശി അഭിവാദനം ചെയ്ത് താരം. ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പുഷ്പ 2 ദ റൂൾ റിലീസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൊച്ചിയെ ഇളക്കി മറിച്ച് അല്ലു അർജുൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഗംഭീര സ്വീകരണമാണ് ആരാധകർ അദ്ദേഹത്തിന് ഒരുക്കിയത്. അദ്ദേഹത്തിന്റെ ചിത്രവുമായുള്ള പ്ലക്കാർഡുകളുമായി 100 കണക്കിന് ആളുകളാണ് സ്വീകരിക്കാനെത്തിയത്. പുഷ്പ 2 പ്രൊമോഷൻ ചടങ്ങിൽ പങ്കെടുക്കാനായാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത്. പുഷ്പ ഇനി നാഷണൽ അല്ല ഇന്റർനാഷണൽ എന്ന ഡയലോഗുമായി എത്തിയിരുന്ന ട്രെയിലർ ഇതിനകം സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുണ്ട്. ഡിസംബർ 5-നാണ് ചിത്രത്തിന്റെ റിലീസ്. 14 മണിക്കൂറിനിടെ വിമാനത്തിൽ 4 സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമം. 73-കാരനായ ഇന്ത്യക്കാരൻ അറസ്റ്റിൽ. സിംഗപ്പൂർ. വിമാനയാത്രയ്ക്കിടെ 4 സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ ഈ 73-കാരനായ ഇന്ത്യക്കാരൻ സിംഗപ്പൂരിൽ അറസ്റ്റിലായി. പെൻഷൻ പ്രായം ഉയർത്തില്ല. ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശ തള്ളി മന്ത്രിസഭാ യോഗം. തിരുവനന്തപുരം. പെൻഷൻ പ്രായം 60 ഉയർത്തണമെന്ന ഭരണപരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം തള്ളി. 4ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശകൾ ഭേദഗതികളോടെ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയായിരുന്നു. ഇന്ത്യൻ ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.